മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ഫുൾ എനർജിയിലല്ലേ? പിന്നെ കിറ്റ്, സ്പെഷ്യൽ പെർഫോമൻസ്, വൈറൽ സ്റ്റാർ, വൺ മാൻ ഷോ, അങ്ങനെ പല പല ഐറ്റങ്ങൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഇട്ട് തരും. ഓക്കെ, കൈയടിക്കാൻ കോട്ടയം കിടങ്ങൂർ നാളെ ഇറക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നന്നായിട്ട് ചിരിക്കുക കേട്ടോ പിടിക്കാച്ചി. അതിന്റെ ഫസ്റ്റ് സാധനം ഇറക്കട്ടെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ടീം SSS. ശ്യാം, ശ്രീജു, ശെൽവൻ. മാമ, നിങ്ങളല്ലേ പറഞ്ഞത് ഇങ്ങനെ കൊട്ടാരം വരെ പണിഞ്ഞിട്ടുള്ള മേശിരിയാണെന്ന്? അതുകൊണ്ടല്ലേ പണി അങ്ങേരൊക്കെ കൊടുത്തത്. എന്തൊരു ചെയ്തു വെച്ചെന്ന് ചോര്. മേശിരി ആരെങ്കിലും യൂറോപ്യൻ ക്ലോസറ്റ് കുഴിയെടുത്ത് അതിനകത്ത് വെച്ചിട്ട് 2 കല്ലും പിടിച്ച് വെക്കും മേശിരി? ഇത് എന്റെ ഭാഗത്താണ് തെറ്റ്. പിന്നെ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ്. നിങ്ങൾ ഈ സാധനം മേടിക്കാൻ പോകുമ്പോ എന്നെ കൊണ്ടുപോണ്ടേ? ഇതിന് ചവിട്ടുപടി വേണ്ടേ? ചവിട്ടുപടിക്ക് പകരമല്ലേ ഞാൻ 2 ചൂടിട്ട് എടുത്ത് വെച്ചത്? അത് തെറ്റാ. ഈ ചുടുകട്ട വെച്ചതാ വെച്ച് അത് കറക്റ്റ് ആയിട്ട് വെക്കണ്ടേ? ഒന്ന് ഫ്രണ്ടിലോട്ടും ഒന്ന് ബാക്കിലോട്ടും വെച്ച് ഇവിടെ ആരെങ്കിലും ഓടാൻ നിൽക്കുന്ന മേശിരി. ഇന്നത്തെ കാലഘട്ടം എന്തോന്നാണ്? ഓരോ മനുഷ്യനും ഓരോ തിരക്കല്ലേ? തിരക്കാണ്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത കുതിപ്പ് എങ്ങോട്ടെങ്കിലും പോട്ടെ, നമുക്കെന്താ? മേശിരി, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ പെണ്ണ് വീട്ടിൽ നിന്ന് ആൾക്കാരെല്ലാരും കൂടെ ഇത് കാണാൻ വരുമോ? വീട് കയറി കാണുമോ? അവരെല്ലാരും കൂടെ ബാത്റൂമിൽ കയറി കാണുമ്പോ നാണക്കേട് എനിക്കല്ലേ മേശിരി? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ പെണ്ണ് കാണാൻ പോയപ്പോ എല്ലാരും കൂടെ ഒരുമിച്ചല്ലേ കണ്ടത്? അത് കഴിഞ്ഞിട്ട് നിശ്ചയത്തിന് നിങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് കണ്ടില്ലേ? പിന്നെ ഒരുമിച്ച് എന്തിനാ എല്ലാരും കൂടെ ബാത്റൂമിൽ ചെന്ന് കയറുന്നത്? ഞാൻ അതാണാ പറഞ്ഞത്. എല്ലാരും കൂടെ 2 ദിവസം ഇവിടെ വന്ന് നിന്ന് തന്നെ ഇരിക്കട്ടെ, അവർക്കൊന്ന് ബാത്റൂമിൽ പോകണം. ഇത് എങ്ങനെ പോകുമെന്ന് പറ. മോനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോഴാണ് ഈ പരിഷ്കാരമൊക്കെ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ആ വാഴത്തോപ്പ് കണ്ടോ, അവിടെയാണ് ഉപയോഗിച്ചിരുന്ന ആൾക്കാർ. അതുപോലെ തന്നെ ദേണ്ട ഇല്ല കാണുന്ന മരച്ചീനി പറമ്പ് കണ്ടോ, അതൊക്കെയാണ് ആൾക്കാർ ഉപയോഗിച്ചിരുന്നത്. നിങ്ങൾക്കത് പറയാം. രാവിലെ അവിടെ ചെന്നിരിക്കുമ്പം പാല് കൊണ്ട് പോണവൻ, പത്രം ഇടാൻ പോണവൻ, നടക്കാൻ പോണവൻ, ഇവരൊക്കെ നമ്മൾ ചെന്നിരിക്കുന്ന കാണൂലേ? ഉദയകുമാറേ, അപ്പോഴാണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. ഇത് മറ്റുള്ളവർ കാണുമെന്നുള്ള സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയാവോ? ഒറ്റ കണ്ണടച്ചേച്ചിരിക്കണം. ഒപ്പം തന്നെ ഒരു മരച്ചിനി കമ്പ് ഇങ്ങനെ വളച്ച് പിടിച്ച് കണ്ണിന് നേരെ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവര് നമ്മളെ കണ്ടാലും നമുക്ക് അവരെ കാണാൻ പറ്റൂല. ഞാൻ ഒരു കാര്യം പറയാം. ആമാം, ഇങ്ങനെ ഉടായിപ്പാണ്. എന്റെ വീട്ടിന്റെ പിറകെ ഒരു വേസ്റ്റ് കുഴി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പം എന്റെ നെത്ത രോമാഞ്ചം ചോര്. മേശിരി, അതെന്ത് എത്ര രൂപ മേടിച്ചു? ഞാൻ ഒരു കോലിന് 4000 വെച്ച് മേടിച്ചു. അപ്പൊ എത്ര കോലെടുത്ത്? 4500. മേശിരി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞങ്ങൾക്ക് വേണ്ടത് ഒരു വേസ്റ്റ് കുഴിയാണ്, അല്ലാതെ വീണ് ചാവള കൊക്കയല്ല. അങ്ങനെ ഞാൻ ഒരു കാര്യം ചോദിച്ചു. ഞാൻ അമേരിക്കയിൽ നിന്ന് ഒരു കൂടിയ പൈപ്പ് ഡിർനോസ്റ്റാർ കൊണ്ടുവന്ന്, അത് എന്തിനെ കൊണ്ടുവന്ന് ഇതിന്റെ നടുക്കൂടെ ഇട്ടത് ടൈൽസിന്റെ മോളിൽ കൂടെ. എവിടെ നിന്ന് കൊണ്ടുവന്നു പറയാം? അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഡിർനോസ്റ്റാർ എന്ന് പറഞ്ഞ കമ്പനിയുടെ പൈപ്പ്. ഇത്രയും കൂടിയ പൈപ്പ് പരിയമ്പരത്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ട് ആരെങ്കിലും കാണോ? ഇത് പാലുകാച്ചിന് വരുന്ന 10 പേര് കാണണ്ട ഈ സാധനം. അതിനല്ലേ ഹാളില് നീളത്തിന് അടിച്ചു വെച്ചത്. വരുന്നവര് പറയും ഡിർനോസ്റ്റാർ, ഡിർനോസ്റ്റാർ. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊന്ന് ചോദിച്ചോട്ടെ. നിങ്ങൾ എന്നെ ഇവിടെ എല്ലാ പണിയും എടുത്തത്, വയറിംഗ് ഉൾപ്പെടെ നിങ്ങൾ എന്നെ ചെയ്തത്. എല്ലാ മുറിയിലും ലൈറ്റ് കത്തി കിടക്കുന്നല്ല, ഒരെണ്ണം അണയുന്നില്ലെന്ന്. ഓരോ വീടുകളിൽ കത്തനില്ലെന്നാണ് പരാതി. കത്തിയാലും പരാതി. ഞാൻ പറയാം, നമ്പർ 1 ഉടായ്പാണ്. ഉഷ ചേച്ചിയുടെ വീട്ടിലെ കക്കൂസ് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയത് ഇങ്ങനെയാണ് പണിതെന്ന് മാത്രമല്ല, അതിന് വാതിൽ വെക്കാതെ അതിനകത്ത് നിന്ന് അത് കെട്ടി അടച്ചു കളഞ്ഞെന്ന്. അവസാനം വെള്ളം ഒഴിച്ചിട്ട് പൊക്കിയാണ് ഇങ്ങനെ കരക്കെടുത്തത്. അത് പോട്ടെന്ന് വെക്കാം. മധുവാമന്റെ അവിടെ ഒരു മതില് പണിതിട്ട് ഒരു ചുട്ടിത്തോർത്ത് കെട്ടി ഒരു മാവി പിടിച്ച് കെട്ടി വെച്ചേക്കണം ആ മതിലിന്. ഇത് എന്തോന്ന് കേക്കണത്? ഇവ എന്തോ പഠിക്കുന്ന? ഇവ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. ഒരു കൂർക്കോളജി അല്ല. ഇവ എന്റെ പിറകെ നടന്ന് മേശിരി പട്ടം പഠിക്കാൻ നിൽക്കും. അല്ലെങ്കിൽ ഇത്രയും കുറ്റം പറയും. ഞാൻ ഒരു കാര്യം പറയാം. 2-ാം തീയതി പാല് കാച്ചി നടക്കണം. 5-ാം തീയതി എന്റെ കല്യാണമാണ്. എന്റെ പെണ്ണിനെ കൊണ്ട് ഈ വീട്ടിലോട്ട് വന്ന് കയറണമെന്നാണ് എന്റെ ആഗ്രഹം. അത് ഒരു മിനിറ്റ്. താക്കോല് 2-ാം തീയതി കൊടുക്കണം. ചെറുക്കൻ ദേഷ്യപ്പെടുത്താ പറയടി. അവിടെ എങ്ങനെ കല്യാണം വിളിയൊക്കെ അതുവരെ മേശിരി വീട് പണിയണ മേശിരി ഇത്. ഓ, അമ്മയുടെ പോയി അവരല്ല മേശിരി ഇത് ഇവിടെ പണിയണം മേശിരി ഇത്. പറ പിന്നെ അവിടെ എന്തൊരു വിശേഷം? നല്ല പെണ്ണ് തന്നെ കേട്ടോ. അതെങ്ങനെ മോശമാകും? ഞാനല്ലേ ഈ പെണ്ണിനെ സെലക്ട് ചെയ്ത് എന്റെ മോന് കൊടുത്ത തങ്കക്കൂടം പോലൊരു പെണ്ണിനെ ഞാൻ ഒപ്പിച്ചു കൊടുത്തത്. ആണല്ലേ? നിങ്ങളെ കല്യാണം കഴിഞ്ഞാ? ഇല്ല.
തങ്കക്കുടമൊക്കെ ഒപ്പിച്ചു കൊടുക്കുമ്പോ മണ്ടക്കാട് പോയി ഒരു പ്ലാസ്റ്റിക് കുടമെങ്കിലും മേടിക്കാത്തത്. എനിക്ക് മാമനാണ് പെണ്ണൊക്കെ കാണിച്ചു തന്നേക്കെ ശരി തന്നെ. പക്ഷെ പെണ്ണ് കാണുമ്പോ ഇപ്പൊ പെണ്ണിനല്ല ആദ്യം എന്നെ ഇഷ്ടപ്പെട്ടത്. പിന്നെ പെണ്ണിന്റെ മാമ ഒരു ഡാൻസർ ഉണ്ട്. ഞാൻ ചെന്ന് കരുത് മാമൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മാമൻ പറയണ്, മോനെ നിന്റെ ഡമിയോ ഗിർ സൂപ്പർ ആണെന്ന്. ഇതെന്തോന്ന് കുടുംബം ഇത്? ഒരു പെണ്ണ് കാണാൻ ചിലപ്പോ പെണ്ണ് പറയണം ഡമ്മിയോ ഗിർ ഇഷ്ടമാണെന്ന്. ഇത് അമ്മാവൻ ഡമ്മിയോ ഗിർ ഇഷ്ടം എന്ന് പറയുന്നത് എന്തോന്ന് കുടുംബം അത്? അതെന്തോന്ന് കുടുംബം അത്? വേറൊന്നുമില്ല, കൊച്ചിയിലെ ഞാൻ അവന്റെ ഡെമോക്കർ കണ്ടിട്ടുണ്ട്. ഡമ്മിയോ ഗിർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോഴും പറഞ്ഞു വിലക്കണമായിരുന്നു നിങ്ങൾ ഈ ഡമ്മിയോ ഗിർ പറഞ്ഞു വിലക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കോ? നിങ്ങൾ എന്തോന്ന് പറയുന്നത്? അത് ഇൻസ്റ്റാഗ്രാമിൽ പുതിയ റീൽസ് എന്ന് ഞാൻ ചെയ്തത്. ഡമിയോ ഗിർ ഡമിയോ ഗിർ ദും ടക് ട. ആ സാധനം ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ. വേറൊന്നുമല്ല, ഇപ്പോഴത്തെ പിള്ളേരെ ട്രെൻഡാണ് പെണ്ണ് കാണാൻ റീൽസ് കാണിക്കുന്നത്. പണ്ടാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. എന്റെ ചേട്ടൻ പെണ്ണ് കാണാൻ ചെന്നപ്പോഴത്തേക്ക് ഈ പെണ്ണിന്റെ അമ്മാവൻ പറയാണ്, ഒരു വലിയൊരു പുളിമുട്ട എടുത്തിട്ട് കൊടുത്ത് പറഞ്ഞു, ഇത് കീറി കഴിഞ്ഞാൽ നിനക്ക് പെണ്ണ് ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് പെണ്ണ് കെട്ടിയാ? പെണ്ണ് കിട്ടിയില്ല, ആ വെറുതെ പൈസ കിട്ടി. അതെന്തോന്ന് സംഭവം? അല്ല, അങ്ങനെയാണ് സംഭവം. നമ്മളെ കല്യാണം എവിടെ ആവുമ്പോ ഏത് മണ്ഡപത്തിലോ? നമ്മൾ രുദ്രാഴ്ച കല്യാണം കേട്ടോ. രുദ്രാറ്റൂരത്തിലാണ് കല്യാണം നടക്കുന്നത്. രുദ്രാറ്റൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അടിത്തറ കിട്ടിയത് ആരാന്നറിയോ? ഞാനാ. അവസാനം മകുടം വരെ പണിഞ്ഞത് ആരാ? ഈ നീലാണ്ടമേശ്വരിയാ. കല്യാണ മണ്ഡപം മാറ്റിയേ പറ്റൂ. കല്യാണ മണ്ഡപം മാറ്റണം. നീ അവിടെ വെച്ച് താലി കെട്ടാൻ എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ താലി കെട്ടുന്ന സമയത്ത് നാദസ്വരക്കാരെ ഒരു ഊത്തൂതിയ അതിന്റെ പ്രഷറിൽ ഇതെല്ലാം കൂടി ഇടിഞ്ഞു പൊളിച്ച് താഴെ വീഴും. കെട്ടിയത് ഇങ്ങനെയാണ്. അതുകൊണ്ട് മണ്ഡപം മാറ്റണം. മണ്ഡപം മാറ്റാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ തന്നെ പാരപ്പറ്റ് തേച്ചിട്ടത്. പാരപ്പറ്റ് തേച്ചല്ലോ. ടാങ്കിൽ നിന്ന് വെള്ളം എടുത്ത് ഒഴിക്കാൻ പോയപ്പോ ടാങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല. എന്ത് വാട്ടർ ടാങ്കിൽ വെള്ളമില്ലാത്തത്? ശരിയേ, എത്ര മാസം ഇവിടെ പണി തുടങ്ങിയിട്ട് ഇന്നത്തെ ടാങ്കിൽ വെള്ളം കയറത്തെന്ത് വെച്ചിരി? ഒരു നോണ താ. എന്തോന്ന്? ഒരു പണി താ. പണി താ. സംഭവം വേറൊന്നുമല്ല. സിട്രോ പിട്രോ എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ മേടിച്ചില്ല. ഈ മോട്ടറിൽ ഫിറ്റ് ചെയ്യണ സിട്രോ പിട്രോ ഇല്ല. വാട്ടർ ടാങ്കില് സിട്രോ പിട്രോ ഇല്ല. ഇത് ഫിറ്റ് ചെയ്യണ വാട്ടർ ടാങ്കില് എല്ലാത്തിന്റെ പൈസ തന്നേല് നിങ്ങൾ അത് വാങ്ങിക്കാത്തത്? അവിടെ സ്റ്റോക്ക് ഇല്ല സിട്രോ പിട്രോ. അല്ലെ സിട്രോ പിട്രോടുള്ള ഗുണം എന്താന്ന് പറ. ഈ സിട്രോ പിട്രോ അല്ലേ വെള്ളം അടിച്ച് മുകളിൽ ടാങ്കിലേക്ക് കയറ്റുന്നത്. വെള്ളം തിരിച്ചിറക്കണേതാ? പിട്രോ സിട്രോ. ഏതെന്ന് അറിഞ്ഞൂടാതെ നമ്മള് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കൂലേ? ഇത് രണ്ട് സാധനമാണ്. ഞാൻ കണ്ടിട്ടില്ല. ഗൂഗിളിലും നോക്കാം. ഗൂഗിൾ സിട്രോ പിട്രോ. അയ്യേ, യവമാർക്ക് എപ്പോഴും ഇതേ ഉള്ള പടം അയച്ചു തന്നേക്കണ്. പിന്നെ എന്റെ ഒരു കൂട്ടുകാരുണ്ട്, അമ്പാടി പ്രദീപ്. അവനെ വിളിച്ച് ഞാൻ ചോദിക്കാം. അവൻ ഇവിടുത്തെ മാർക്കറ്റിംഗ് മാനേജർ അല്ലേ? അവരെയൊന്നും വിളിക്കേണ്ട കാര്യമില്ല. ചുമ്മാരി ആര് അമ്പാടി? നമുക്കത് സ്റ്റോക്ക് വരുമെന്ന് അപ്പോഴും പോരെ. വിളിക്കേണ്ട കാര്യം എന്താ? ഇല്ലല്ലോ, അമ്പാടി കിട്ടട്ടെന്ന് ഒരു കണക്കിന് ജീവിക്കാൻ സമ്മതിക്കുന്നു. അമ്പാടി പ്രദീപ്. എടാ എവിടെ ഉണ്ട്? എടാ എന്റെ വീട് പണി നടക്കുകയാണ്. അപ്പൊ പ്ലംബിംഗ് ഒരു സിട്രോ പിട്രോ. ശരി മാമ. അമ്പാടി പ്രദീപിനെ ഞാൻ വിളിച്ചു. അമ്പാടി പ്രദീപ് എന്റെ അടുത്ത് പറഞ്ഞെന്തറിയാമോ? സിട്രോ പിട്രോ എന്നൊരു സാധനം ഉണ്ട്. അതിന് 6000 രൂപയാണെന്ന്. 6000 രൂപ? 6000 രൂപ എന്നതിന് 6000? ഓ, 650 രൂപയുടെ സാധനമാണ് 6000 രൂപ. ആര് പറഞ്ഞ സാധനം? കണ്ടാടാ പറ്റിക്കോളൂ. ഈ തങ്കപ്പെട്ട മനുഷ്യൻ നീ എന്താ നീ പറഞ്ഞത്? നിന്റെ കൂട്ടുകാരനാണ് നിന്നെ പറ്റിക്കുന്നത്. പാവം എന്റെ ഈ മേച്ചിരി, തങ്കപ്പെട്ട മേച്ചിരി എന്തായാലും. മേച്ചിരി പാവോ? എന്റെ പൊന്നുമാമ 40 ലക്ഷം രൂപയ്ക്ക് പണി തുടങ്ങിയ വീടാണിത്. ഇപ്പൊ എത്ര രൂപയെന്ന് അറിയാമോ? എനിക്കതിന്റെ കണക്കറിയണം. കണക്കറിയണം. കണക്ക് പറ. എന്റെ തുണ്ടുണ്ട്. ഓ ഇരിക്കട്ടെ. കണക്കിന് എന്തോ കുഴപ്പം? കണക്ക് പറ. എനിക്ക് കണക്ക് പറ. വീട് പണിഞ്ഞ കണക്ക് പറ. 2500 ചാക്ക് സിമന്റ്. 2500 ചാക്ക് സിമന്റ് തേച്ചാ ഇതൊക്കെ? തുണ്ടും കൂടെ. തുണ്ടൊക്കെ പിന്നെ നോക്കട്ടെ, പറയാം. ബാക്കി 40 ലോഡ് മണല്. 40 ലോഡ് മണല്. ദൈവം. 60 ലോഡ് ചിപ്സ്. 60 ലോഡ് ചിപ്സ്. എന്നിട്ടാണ് ആ മേശിരി ഈ ചായ കുടിക്കുന്ന സമയത്ത് എന്നെ വട മേടിക്കാൻ പറഞ്ഞു വിട്ടത്. ആരോട് പറയാൻ? ചിപ്സ് എന്ന് പറഞ്ഞാൽ മറ്റേ ക്വാരി അടിക്കണം. അത് വേറെ പറ. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഗ്രാവൽ ഒരു കുറച്ചുണ്ടായിരുന്നു. രാവിലെ ഒരു 2 ലോഡ് ഇറക്കി. 2 ലോഡ് ഞാൻ പ്രത്യേക കമ്പി 25,000 കിലോ കമ്പി. 25,000 രൂപ കിലോ കമ്പി. 25,000 കിലോ കമ്പി ആയില്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ തന്നെ എത്ര രൂപയെന്നറിയാമോ? ഇനി കണക്കും കാര്യങ്ങളും ഞാൻ നോക്കിയോളാം. ഇനി എന്തെങ്കിലും വേണ്ടി വരോ? പറ. ഇനി വേണ്ടി വരും. എഴുതിക്കോ. തൽക്കാലത്തേക്ക് നമുക്കൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഒരു 150 ചാക്ക് സിമന്റ് എടുത്തോ. 150 ചാക്ക് സിമന്റ്. ഒരു ബംഗാളി ബീഡി. 40 ലക്ഷം രൂപയ്ക്ക് തുടങ്ങിയ വീടാണ്. 80 ലക്ഷം രൂപയായി ബഡ്ജറ്റ്. ആ ബംഗാളി ബീഡി ഞാൻ കട്ട് ചെയ്താണ്. 40 ലക്ഷം ആയില്ലേ? നമ്മളെ മാച്ചിലുകാർ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ഇരട്ടിപ്പിക്കും. വേണ്ട, ബംഗാളി വീട് വേണ്ട. ഞാൻ ഒരു കാര്യം, മാമനല്ലേ പെയിന്റിന്റെ കാര്യങ്ങൾ ചെയ്താ? ഞാൻ തുണ്ടും കൊണ്ട് വന്നത്. മേശിരി
മേശിരി പറഞ്ഞു 10 ലിറ്റർ വൈറ്റ് പെയിന്റ് വേണമെന്ന് പറഞ്ഞു. ഞാൻ മേടിച്ചു തന്നു. ഈ പിങ്ക് കളർ വേണമെന്ന് പറഞ്ഞു. ഞാൻ മേടിച്ചു തന്നു. ഈ എന്താണ് മേശിരി ഈ ഒരുമാതിരി കളർ വേണം? ഒരുമാതിരി കളർ ആർക്കും അറിഞ്ഞൂടാ. കളർ ആർക്കും അറിഞ്ഞു. എനിക്കറിഞ്ഞൂടാ. ഈ ഓടിൽ നമ്മളെ കൊടും വെയിലത്ത് കയറി ഇരുന്ന് അടിക്കണം. പെയിന്റ് അടിക്കും. പെയിന്റ് അടിച്ചിട്ട് നമ്മൾ ഈ ഓട്ടിലേക്ക് നോക്കുമ്പോ ഒരു കണ്ണ് ഒരുമാതിരിയാവും. അതാണ് ഈ ഒരുമാതിരി കളർ. ഒരുമാതിരി കളർ ആർക്കും അറിഞ്ഞൂടാ. പക്ഷെ ഇത് ഒരുമാതിരത്തെ കടയൊന്നും കിട്ടൂല. നിങ്ങൾ ഈ അതും ഇതും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ഇതെങ്ങനെയെങ്കിലും തീർക്കാൻ നോക്ക്. 5-ാം തീയതി കല്യാണമാണ്. 2-ാം തീയതി എനിക്ക് മെസ്സേജ് വന്നു കേട്ടാ. മാമ മറ്റേ മെസ്സേജ് വന്നു. മെസ്സേജ് വന്നു. ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ഭയങ്കര ആഗ്രഹം കല്യാണം കഴിഞ്ഞാൽ ഹണിമൂൺ പോകണമെന്ന്. പിന്നെ ഞാൻ ഒരു ടൂർ പാക്കേജ് അങ്ങ് എടുത്തു കേട്ടാ. അത് കൊള്ളാം. അവൾ ഏറ്റവും വലിയ ആഗ്രഹമാണ് ചിറാപ്പുഞ്ചി പോയി മഴ കൊള്ളണം. അവള് പറഞ്ഞു മൂന്നാർ പോയിട്ട് തണുപ്പ് കൊള്ളണം, മണാലി പോയി മറ്റേ മഞ്ഞുരുട്ടി എറിയണം. ഒന്നും അറിഞ്ഞൂടാത്ത പെണ്ണ് പാവം. എനിക്ക് വന്നാൽ എവനാണോ ഒന്നും അറിഞ്ഞൂടാത്തത്. അവർക്ക് എല്ലാം അറിയാം. അല്ലെങ്കിൽ അവൾ ഈ സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചേക്കും. പിന്നെ ഇത് ചെറിയ ബഡ്ജറ്റ് പിടിച്ചോണ്ടാണ്. അവൾ ആദ്യം പറഞ്ഞ അങ്ങനെയല്ല, നയാഗ്ര വെള്ളച്ചാട്ടം കാണണമെന്ന്. ഓ നയാഗ്ര വെള്ളച്ചാട്ടം കാണേണ്ട ഒരു കാഴ്ച കേട്ടാ. ആടിപ്പൊളിയുടെ എത്ര ആൾക്കാർ പോയി നയാഗ്ര പോണെന്നറിയാമോ? അത് കഴിഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞ ഇന്ത്യ ഗേറ്റ് കാണണമെന്ന്. ചിലവല്ലേ അത്. ഞാൻ വന്നാണ് ഇന്ത്യ ഗേറ്റ് കാണണം. കണ്ടില്ലെങ്കിൽ ഇന്ത്യക്കാരനല്ല. ഇന്ത്യ ഗേറ്റ് എനിക്ക് തോന്നുന്നു അത് ഇരുമ്പിലാണോ അത് ഉരുക്കിലാണോ പണിഞ്ഞെന്നാണ് ഒരു സംശയം. അത് കഴിഞ്ഞിട്ട് അവൾ എന്റെ അടുത്ത് പറഞ്ഞ ആഗ്രഹം വയനാട് ബന്ദിപ്പൂര് വഴി പോകണം. അപ്പൊ കാട്ടിലെ മൃഗങ്ങളെയൊക്കെ അടുത്ത് കാണാന്നാണ്. ബന്ദിപ്പൂർ എങ്ങനെ എന്ത് രസം അറിയാമോ? ഈ മൃഗങ്ങൾ ഇങ്ങനെ കാട്ടിന്റെ ഇടയിൽ കൂടെ നടക്കും. ആടിപ്പൊളി സെറ്റപ്പ് അല്ലേ ബന്ദിപ്പൂർ. നീ ആദ്യം ഒരു കാര്യം ചെയ്യണം. എവിടെന്നെങ്കിലും ഇച്ചിരി പൈസ ചെലവാക്കി എവനാ ഇതെല്ലാം കൊണ്ട് കാണിച്ചു. സത്യമാണ്. ഇല്ലെങ്കിൽ നിനക്ക് ചെവിയും തല കേട്ട് ഇവിടെ കിടക്കാൻ പറ്റൂ. ഒരു കാര്യം ഞാൻ പറയാം. ഏതൊക്കെ പെണ്ണ് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പെണ്ണുങ്ങൾ അടിമയാവാൻ നിൽക്കരുത്. ഇല്ല, സത്യം അടിമയാന്ന് പെണ്ണുങ്ങൾ പറയുമ്പോ നമ്മൾ അതുപോലെ അയ്യോ ചെയ്യാം അങ്ങനെ നിൽക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നീലാണ്ടം വെച്ചിട്ട് അവസ്ഥയായി പോകും. നിങ്ങളല്ലേ? ഓ എന്റെ കാര്യം തന്നെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ സ്റ്റേറിലെ ഈ കൈവരി എങ്ങനെയാണ് ഏതടി ഉപയോഗിക്കാനാണ്? അടി ഞാൻ മറ്റേ നിലമ്പൂർ കാട്ടിലെ തേക്ക് പറഞ്ഞിട്ടുണ്ട്, ബുക്ക് ചെയ്ത്. നിലമ്പൂർ കാട്ടിലെ തേക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. നിലനിൽക്കും സാധനം. ആര് പറഞ്ഞ തേക്കുള്ള നല്ല കരിവീട്ടി വെച്ച് പണിയണം. കരിവീട്ടി വേറെ ലേശം കൂടുതലാണ്, റേറ്റ് കൂടുതലാണ്. സംഭവം ശരി തന്നെ മേശരി. പക്ഷെ പെണ്ണ് വീട്ടുകാർക്ക് തേക്കിനോടാണ് തരാം. അത് അവര് പറഞ്ഞ നീണ്ടു നിൽക്കുന്ന വാക്ക് കേൾക്കരുത്. അത് മാനിക്കണം. അത് കേൾക്കേണ്ട ആവശ്യമില്ല. നമ്മ കരിവീട്ടി വെച്ച് പണി കഴിഞ്ഞാൽ കിടിലമായിരിക്കും, അടിപൊളിയായിരിക്കും. അല്ല മാമ, ഞാൻ എന്റെ പൈസയും കൂടെ കൊടുത്തല്ലേ മാമ ഇത് ചെയ്യണം. അപ്പൊ എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് കാര്യം നിന്റെ പൈസ കരിവീട്ടി വെച്ച് പണി കഴിഞ്ഞാൽ പോളിഷ് ചെയ്യുന്ന അടിപൊളിയാണ്. നമ്മുടെ മുഖം കാണാൻ കണ്ണാടി പോലെയാണ് കിടക്കുന്നത്. കരിവീട്ടി വെച്ച് ഈ വീട്ടിൽ പണിഞ്ഞാൽ മതി. വേറെ ഒന്നും അല്ല. കരിവീട്ടി അല്ലാതെ തേക്ക് ഇതിനകത്ത് കേറ്റാൻ ഞാൻ സമ്മതിക്കൂല. നിനക്ക് എന്താ കാല ഞാൻ ഇവിടെ തേക്ക് വെച്ച കരിവീട്ടി വെക്കാൻ പറ്റാത്ത കാര്യം നിനക്കെന്താ? നീ അല്പം പൈസ ഇട്ടാ നിനക്ക് കരിവീട്ടി വെച്ചോടാ. എന്റെ പണം എടുത്താ ഞാൻ എന്റെ പണം കൊണ്ട് കരിവീട്ടി വെച്ചാൽ നിനക്ക് കുഴപ്പം തേടാ. നിനക്ക് എന്താ എന്റെ വീട് തേക്ക് നിന്റെ പെണ്ണിന്റെ ഒരു നിമിഷം രാജി സാർ വിളിക്കുന്നു. പോലീസുകാരനാണ്. പുള്ളിയുടെ വീട്ടിൽ പണി നടക്കാണ്. ആ സാറേ, ഓ നമുക്ക് 2-ാം തീയതി പാല് വെച്ചാ. അത് വേറെ വിഷയമില്ല. ഇവിടെ ഒരു ദൈവവും പുത്രനും തമ്മിൽ അടി നടക്കുന്നു. ഞാൻ വിളിക്കാം. വേറെ പ്രശ്നമില്ല, നമുക്ക് സംസാരിക്കാം. ഓക്കെ, നടക്കട്ടെ. പിന്നെ ഇയാൾ എന്റെ മാമനൊന്നും അല്ല കേട്ടോ. ഈ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ ഉള്ള സത്യം പറയാം. ഇയാൾ എന്റെ മാമനല്ല, വലിഞ്ഞു കയറി വന്നൊരു ബന്ധമാണ്. വലിഞ്ഞു കയറി വന്ന ബന്ധം. എടാ, ഇവിടെ പണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടിപ്പ് പട്ടി ഉണ്ടായിരുന്നാടാ. അറിയാം. ആ പട്ടി എന്നെ കടിച്ചറിയാമോ? അതിന് വേണ്ടി പൊക്കിൽ ചുറ്റി ഞാൻ ഇഞ്ചക്ഷൻ എടുത്ത കണ്ട. 20 കൊല്ലം മുമ്പാണ് സംഭവിച്ചറിയാമോ? ഞാൻ വലിഞ്ഞു കയറി വന്നോന്ന്. ശരി, പല ടൈപ്പ് ബന്ധം സ്ഥാപിക്കണം ഞാൻ കണ്ടു. പൊക്കള് കാണിച്ച ഒരാളെ ബന്ധം സ്ഥാപിക്കണം ഞാൻ ആദ്യമായിട്ട് കാണേ. എന്താ എനിക്ക് എവന്റെ വായിരിക്കുന്ന കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കോടീശ്വരനാണെന്നേ. കോടീശ്വരൻ തേങ്ങയാണ്. തലയിൽ ഡൈ അടിക്കാൻ പൈസ ഇല്ലാത്തോണ്ട് ആരും ഇല്ലാത്ത അമ്പലത്തിന്റെ കൽവിളക്കിൽ ചെന്ന് തലയിട്ട് ഉരച്ച് കറുപ്പിച്ച മോനാണ്. കളിയാക്കരുത് കേട്ടാ മേശരി. എനിക്ക് അന്തസ്സുള്ള ഒരു പണി അറിയാമോ? ഞാൻ KSRTC ഡ്രൈവർ ആയിരുന്നു. ഇതില്ലാത്തപ്പോ എന്താ പണി? ഇതില്ലാത്തപ്പോ പിന്നെ ഇതുണ്ട്, പിന്നെ ഇതുണ്ട്, പിന്നെ ഇത് കാണിക്കും. അല്ല, ഇതൊന്നും ഇല്ലാത്തപ്പോ എന്താ വർക്കെന്ന് ചോദിച്ചതാ. പിന്നെ വേറൊന്നുണ്ട്. എന്തേ? അതുണ്ട്. പക്ഷെ എനിക്കൊരു വിഷമമുണ്ട്. എന്താണ്? ഈ KSRTC എനിക്ക് പെൻഷൻ തരുന്നില്ല. KSRTC പെൻഷൻ കൊടുക്കൂല. ശരി, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ പറഞ്ഞ ഈ കുഗ്രാമത്തിൽ വസ്തു വാങ്ങിക്കണ്ട, വീട് വെക്കണ്ട, സിറ്റിയിൽ ഒരു നല്ല ഫ്ലാറ്റ് എടുക്കാൻ. അങ്ങനെയല്ലേ വിഷമം? സിറ്റിയിൽ ഫ്ലാറ്റ് എടുത്താൽ അവിടെ അല്ലേ നല്ല രസം. അവൻ മനഃപൂർവ്വം സിറ്റി എടുക്കാൻ പോവേണ്. കാരണം ഇവൻ അറിയാം എനിക്ക് ഒപ്പിടാൻ അറിഞ്ഞൂടെന്ന്. ഇവനെ കാണണമെങ്കിൽ സെക്യൂരിറ്റിക്ക് ഒപ്പിട്ട് കൊടുക്കട്ടെ. അതുകൊണ്ട് മനഃപൂർവ്വം ചെയ്ത പരിപാടിയാണ് അവൻ. അത് ചേടാ യവനെ, ഞാൻ പ്ലാവിൽ കയറി ഒരു ചക്ക ഇട്ടപ്പോഴത്തേക്കാണ് എന്റെ പെങ്ങൾ അവനെ പെറ്റത്. അതായിരിക്കും അമ്മച്ചി പ്ലാവ്. അപ്പൊ അതെന്തായാലും ഏറ്റ് സംഭവം. ഒരു മിനിറ്റ്, ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് വിളിക്കണം. മിണ്ടല്ലേ? ഹലോ എടി, നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു. ഇനിയിപ്പോ അങ്ങനെ ചെയ്യാം. അല്ല എന്തോ നീ പെണ്ണൊളിച്ചോടി പോയല്ലേ? അത് അങ്ങനെ പറഞ്ഞ സാധാരണ കല്യാണം ചേർക്കാനുള്ള എല്ലാ സ്കിറ്റിലും അങ്ങനെയാണ്. പെണ്ണ് ഒളിച്ചോടി പോകും. പെണ്ണ് പറയണേ
അവർക്ക് ഈ കുഗ്രാമത്തിൽ വന്ന് താമസിക്കാൻ പറ്റൂല, അതുകൊണ്ട് സിറ്റിയിൽ വലിയൊരു വീട് എടുക്കണമെന്ന്. അപ്പൊ അതിനൊരു പുതുമ ഉണ്ട് കേട്ടോ. അപ്പൊ പണി കാര്യങ്ങൾ നടക്കട്ടെ, ഞാൻ അങ്ങോട്ട് ചെല്ലാം. അല്ല മേശിനെ കെട്ടുപോണ്. അല്ല, ബാത്റൂമിന്റെ ബാക്കി പണി നടക്കണം. ബാത്റൂമിന് പണിയണ്ട, പിന്നെ അടുക്കള കയറി പാചകം ഒരു പെണ്ണിലേക്ക് പിന്നെ ബാത്റൂം എന്തൊരു മേച്ചിരി, അവിടെ വിളക്ക് കത്തിച്ച് വെയ്യ മേച്ചിരിയും കാട്ട്. മാമി നല്ലൊരു കയ്യടി വിജുക്കുട്ടൻ ചേട്ടാ. സെൽവരാജ്, ശ്രീജു, ശ്യാമേ, ഗംഭീരമായിരുന്നു കേട്ടാ. നല്ല സ്കിറ്റായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നത് നിങ്ങളിങ്ങനെ ആദ്യം തന്നെ സൈലൻ്റായി പേടിക്കുന്നത് അതൊരു പേടിക്കേണ്ട കാര്യമാണ്. അതിനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം എന്താണ് വരാൻ പോണെന്നുള്ളത് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. കാരണം മറ്റത് ഫോൺ ചെയ്ത് വരിക, ഒരു എൻട്രി പാസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളോട് കാര്യങ്ങൾ പറയുക, റിവീൽ ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതൊരു ഐറ്റം വേറെ തന്നെയാണ്. കാരണം അത് പല നിങ്ങളുടെ സ്കിറ്റുകളും അതൊരു പുതുമയായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. നല്ല അവതരണമൊക്കെ ആയിരുന്നു, നല്ല ബാക്ക് ടു ബാക്ക് ആയിട്ടുള്ള കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. മൂന്നുപേരും നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. എനിക്ക് ശ്യാമ്, നിങ്ങൾ ഒരു അസാധ്യം ഉണ്ടോ? കാരണം അത് നിങ്ങളുടെ ഈ റിയാക്ഷൻസ് ഭയങ്കരമാണ്. ബാക്കിയൊക്കെ ഇവര് പറയും. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. അടിപൊളി, സൂപ്പറായിരുന്നു. നല്ല കിടുക്കാച്ചി സ്കിറ്റ്. മേസ്ത്രിയും ഉടമസ്ഥനും അമ്മാവനും കൂടെ ഈ വീട് പണി തുടങ്ങി അതിനെ അങ്ങോട്ട് പണിത് കൗണ്ടറുകളുടെ ഒരു കലവറയും നിലവറയൊക്കെ ആക്കി മാറ്റി. തുടക്കം തൊട്ട് അവസാനം വരെ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. പിന്നെ ഇപ്പം എവിടെ വായിക്കുകയുണ്ടായി, ഭൂമി അതിന്റെ ഭ്രമണപഥത്തിൽ ഈ കറക്കത്തിന്റെ വേഗത കൂട്ടിക്കൊണ്ട് സമയമില്ല ആർക്കും, സ്പീഡിൽ പോവാണ്. അപ്പൊ ആ ബാത്റൂമിന്റെ കോമഡി ഇപ്പൊ സമയമില്ല, ചെന്ന് ഇങ്ങനെ ഇരുന്ന അടുത്ത കാര്യം അതൊരു ഭയങ്കര ബ്രില്യൻ തോട്ടാണ്. പിന്നെ അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ്. യഥാർത്ഥത്തിൽ വീട് കെട്ടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്, ബാത്റൂമും അതുപോലെ തന്നെ വേസ്റ്റ് ഇടാൻ. അത് കൊക്ക പോലെ അങ്ങനെയുള്ള കുറേ കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ക്ലൈമാക്സിലേക്ക് കൊണ്ടുവന്നതൊക്കെ നല്ല രസമായിരുന്നു. ഭായ്, താങ്ക് യു, നന്നായിട്ട് എൻജോയ് ചെയ്തു. ഗംഭീര സ്കിറ്റ്. താങ്ക് യു നസീർക്ക. ഈ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നേ, ഒരിക്കലൊരു ചക്ക വീണ് മുയൽ ചത്തു എന്ന് പറഞ്ഞിട്ട് പഴഞ്ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞ് എപ്പോഴും ചക്ക വീണ് മുയൽ ചാകണമെന്നില്ല. പക്ഷെ നിങ്ങളുടെ ഭാഗ്യമെന്ന് തോന്നുന്നു, ഈ പ്രാവശ്യവും ചക്ക വീണ് മുയൽ ചാകും. ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പറയേണ്ട ആലോചിച്ച് വെച്ച കുറേ കാര്യങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ട് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ കുടത്തിൻ്റെ കാര്യം, ഇത്രയും നല്ല തങ്കക്കുടം പെണ്ണിനെ, ആ സ്ഥലത്തിന്റെ പേര് ഏതായിരുന്നു പറഞ്ഞേ? മണ്ടക്കാടുന്ന ഒരു പ്ലാസ്റ്റിക് കുടമെങ്കിലും വാങ്ങിക്കാൻ പാടില്ലായിരുന്നു. നല്ല സാധനമായിരുന്നു. ഇതിൻ്റെ അകത്ത് അടിച്ചിരിക്കുന്ന എല്ലാ കൗണ്ടറുകളും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ അധ്വാനിച്ചു ഇതിന് വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ വേണം ശ്രമിക്കാനായിട്ട്. നല്ല നല്ല സാധനങ്ങൾ, പുതിയ ത്രെഡാന്നൊന്നും പറയല്ല, പക്ഷേ ഇതിൽ നിങ്ങൾ അടക്കിയിരിക്കുന്ന സാധനങ്ങൾ, ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഫ്രഷ്നെസ് ഉണ്ടായിരുന്നായിരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ നീലാണ്ടം മേശരിക്കുള്ള മണിക്കുട്ടാ, ഉപ്പ് അടിച്ച ഗവൺമെന്റ് പൈസ തരില്ല, പക്ഷെ ഞങ്ങൾ പൈസ തരും. 16,000 രൂപ. 16,000 രൂപ. ബുജിക്കുട്ടാണോ? ഞാനൊരു 16,000 രൂപ. 32,000 രൂപ. പഴയ പോലെ 500 ഒന്നും എടുത്ത് വീശുന്നില്ല, പേടിയാ. നസീർക്ക, ബാക്കി അറിഞ്ഞു കൂട്ടിതാണ്ട അവരുടെ കല്യാണ ചെലവോടെ കൂട്ടിയിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് അടുത്ത സിൽവർ പഞ്ച് വഴികളിലേക്ക് തിരിച്ചു വന്നു. നീലാണ്ടം മേശരിക്ക് ഏറ്റവും കൂടുതൽ റിയാക്ഷൻ ഇട്ട് സപ്പോർട്ട് ചെയ്ത ഞാൻ പറയൂ. മേശരിക്ക് ഇവിടെ തന്നെ പണിക്ക് വേണം. അല്ല, ശ്യാം ഒരിക്കലും അതെ നമ്മൾ ഒരിക്കലും ഓവറാക്കാറില്ല. നമ്മൾ സാധാരണ ഞാനൊക്കെ നേരത്തെ കളിക്കുമ്പോൾ ഭയങ്കര ഓവറായിട്ട് മിമിക്രി കളിക്കുമ്പോൾ അതുപോലെ. പക്ഷേ സൈലന്റ് സിനിമക്കൊക്കെ വേണ്ടിയുള്ള ഒരു സാധനമാണ് ശ്യാമം ചെയ്യണത്. ഭാവങ്ങളും നോട്ടങ്ങളും. അതെ അതല്ലെന്ന് പറഞ്ഞാണ്. സന്തോഷമുണ്ട്. ഞങ്ങൾ എത്ര സമയം എടുത്തു ഇതൊന്ന് പ്രിപ്പയർ ചെയ്ത് മൊത്തം സെറ്റ് ആക്കി എടുക്കാൻ? പണിഞ്ഞത് തന്നെയാണ്. കുറച്ച് അധികം ദിവസം മെനക്കെട്ടിരുന്നു. ശ്രീജു, സത്യമേ പറയാനുള്ളൂ. ശ്രീജു കുറെ ദിവസം മെനക്കെട്ടോ സ്കിറ്റിന്? മെനക്കെട്ടുക. നമ്മൾ ഇവിടെ കളിക്കാൻ ആദ്യം സെറ്റ് ചെയ്ത സ്കിറ്റ് ഇതാ. 2 സ്കിറ്റ് ഉണ്ട്, ഇനി മറ്റേ പിടിക്കാന്ന് പറഞ്ഞിട്ട്. എങ്കിലും സെൽവന്റെ മുഖത്തൊരു കള്ളത്തരം കിടപ്പുണ്ട്. അത് ജന്മന ഉള്ളതാണ്. സെൽവന്റെ എന്തോ ശാരീരിക മേലാഴിക ഉണ്ടായിരുന്നു, ഒന്നൊക്കെ മാറിയോ? അത് ഈ സിൽവറോട് കൂടി മാറി. അടിപൊളി. സന്തോഷം, ഒരുപാട് സന്തോഷം. ഇവരെ പിന്നെന്ന് പറഞ്ഞാൽ രേജുവിനാണ് ഇത്തിരി വിഷമം താന്നു കഴിയുമ്പോ. ഇല്ലില്ല, നമ്മള് ഇത് എന്നെ സംബന്ധിച്ച് എന്റെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറഞ്ഞാൽ സെൽവേണ്ണ ശാപണ്ണ. നമ്മൾ കൂടെ നിന്ന് കൊടുത്താൽ മതി, അവരെ കൊണ്ട് അവിടെ തോളി ഇരുന്ന് അവരെ കൊണ്ട് പൊക്കോളും. അതിനൊപ്പം നിൽക്കുന്ന ആള് തന്നെയാണ് ശ്രീജു. അതെ, അതിന് ഏറ്റവും വലിയ സന്തോഷം. എന്തായാലും ഉഷാറായിട്ട് മേശരി അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ. കല്യാണമൊക്കെ വേഗം നടക്കട്ടെ. ഒന്നും കെട്ടാം കേട്ടോ.
ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. സ്കിറ്റ് എടുക്കട്ടെ. ചിഞ്ചുറാണി ഉണ്ട്, ബിൻരാജ് ഉണ്ട്, വിനിൽ വെങ്കുളം ഉണ്ട്. നൈസ് ഒരു കോമ്പിനേഷൻ. നല്ല സ്കിറ്റോട്ട് വരുന്നുണ്ട്. അടിക്കായി. ഹലോ ഹലോ ആ പറയടി, എവിടെയാ നീ? എടി ഞാനിപ്പോ ബ്യൂട്ടി പാർലറിൽ നിന്ന് വീട്ടിലേക്ക് വന്നതേ ഉള്ളൂ. ആണോ? ആ പിന്നെ എന്തോ ഒരു സർപ്രൈസ് പറയണ്ടെന്ന് പറഞ്ഞു. എന്തത്? അതെന്താന്നറിയാവോ? എടി നിനക്കറിയാവല്ലോ, ഞങ്ങൾ 6 മാസമായതേ ഉള്ളൂ ഒരു വണ്ടി മേടിച്ചിട്ട്. പക്ഷെ ആ വണ്ടിയിൽ ഇപ്പൊ യാത്ര ചെയ്യാൻ പറ്റുന്നില്ലടി. അതുകൊണ്ട് ഞങ്ങളിപ്പോ ഒരു ഓടി കാർ ബുക്ക് ചെയ്തേക്കുവാ. പൈസ കൊടുത്ത് മേടിക്കുന്നല്ലേ, ഇതിപ്പോ ഓടി കാർ എന്തിനാ മേടിക്കുന്നത്? പുതിയത് തന്നെ മേടിച്ചൂടെ? എടി ഓടിച്ച കാറല്ല പറഞ്ഞത്, ഓടി കാറെന്ന്. ഓ പിന്നെ നീ വൈകിട്ട് ക്ലബിൽ വരുമ്പളേ എടി പപ്പിനെ കൊണ്ടുവരണം കേട്ടോ. നീ പപ്പിയെ കൊണ്ടുവരുന്നുണ്ടോ? പിന്നെ എന്റെ പപ്പി ഞാൻ കൊണ്ടുവരും. അതെന്താന്നറിയാവോ? എടി എന്റെ പപ്പിക്ക് നിന്റെ പപ്പിയോട് എന്തോ ഒരു ഇതുണ്ടടി. പിന്നെ ബാക്കി എല്ലാം നമുക്ക് വൈകിട്ട് ക്ലബിൽ വെച്ച് പറയാം. ഓക്കെ? ഓ ശരി ശരി. ബൈ. ചേച്ചി ചേച്ചി ആരടോ ആരടോ തന്നെ ചേച്ചി? കോൾ മീ മാഡം. മേടമായാലും ഇടവായാലും ഇത് കണ്ട ഇതൊക്കെ എന്നെ എന്തിനാ കാണിക്കുന്നത്? അല്ല താൻ ആരാ? തനിക്ക് എന്താ വേണ്ടത്? അത് ശരി. അപ്പൊ ഞാൻ ആരാണെന്ന് അറിയണം, ഞാൻ എന്തായിരുന്നു വന്നെന്ന് അറിയണം അല്ലേ നിങ്ങൾക്ക്? നിങ്ങളെ ഈ മുഖം എവിടെയെങ്കിലും കണ്ടു മറന്നതായിട്ട് എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എടോ, സമൂഹത്തിൽ ഇത്രയും റിച്ച് ആയിട്ട് ജീവിക്കുന്ന ഞാൻ തന്നെ എന്തിനാ ഓർക്കുന്നത്? താൻ സെലിബ്രിറ്റി ആണോ? അല്ല. VIP ആരെങ്കിലും ആണോ? അല്ല. പിന്നെ തന്നെ ഞാൻ എന്തിനാണ് ഓർക്കുന്നത്? പെണ്ണുമ്പിള്ളേ. വാട്ട് പെണ്ണുമ്പിള്ള? അയ്യോ, പെണ്ണുമ്പിള്ളെ എന്ന് വിളിച്ചാൽ അവർക്ക് മനസ്സിലായില്ല. നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കാണ്, ഓരോർമ്മയും കിട്ടില്ല. ഇല്ല. ഇന്ന് വൈകുന്നേരം ഞാൻ പണിയും കഴിക്കും മര്യാദയ്ക്ക് ആ പാലത്തിന്റെ അതിലെ കൂടെ വരെയായിരുന്നു. താണ്ടേ നിങ്ങൾ ഈ കാറ് കൊണ്ടുവച്ച് എന്റെ സൈക്കിളിനെ ഇടിച്ച് തോട്ടിയിട്ടിട്ട് നിങ്ങൾ നിർത്തിയ നിങ്ങൾക്ക് കണ്ണീച്ചോരെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകും. Oh my God, ഞാനോ? അല്ല, ഞാൻ എന്റെ ഈ സൈക്കിൾ കൊണ്ടുവന്ന് എന്നെ തന്നെ ഇടിച്ച് തോട്ടിയെടുത്ത് ചാടി. അതുകൊണ്ട് ഞാനിപ്പോ വന്ന എന്തിനാണെന്ന് ഞാൻ പറയാം. എനിക്കത് കിട്ടണം, കിട്ടിയേ പറ്റൂ. എനിക്ക് എന്ത് വേണോന്ന് പറ. എന്ത് തരും? What do you mean? നിങ്ങളെ മീനും ചോറും തിന്നാൻ വന്നതല്ല ഞാൻ. എനിക്ക് മറ്റേ ആക്സിഡന്റ് ഒക്കെ പറ്റുമ്പോ കൊടുക്കണ ഒരു സാധനം ഉണ്ടല്ലോ. ആവശ്യത്തിന് ഇപ്പൊ കിട്ടിയിട്ടില്ല തനിക്ക്. അതല്ലെന്ത് മറ്റേ കോൺക്രീറ്റ് മേശം പണിയൊന്നും അല്ലെന്ന് മറ്റേ ഒരു സെക്കൻഡ് എഴുതി വെച്ചിട്ടുണ്ട്. കോമ്പൻസേഷൻ കിട്ടണം. ഓ, നഷ്ടപരിഹാരം. അത് തന്നെ, അത് മേടിച്ചോണ്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. നീ ഇന്ന് വാങ്ങിച്ചോണ്ടേ പോവുള്ളോ? ഞാൻ മേടിച്ചോണ്ടേ പോവുള്ളൂ. നീ വാങ്ങിച്ചോണ്ടേ പോവുള്ളോ? അത്രേ ഉള്ളൂ. എന്നാ നീ ഇവിടെ നിക്ക്, നിനക്കുള്ളത് തന്നു വിടാ ഞാൻ. ഓ ടോമി. അത് ശരി. അപ്പൊ എന്നെ കാറ് വെച്ചിടിച്ച് തൊട്ടിട്ടതും പോരാഞ്ഞിട്ട് പണക്കാരെ പോലെ വില കൂടിയ പട്ടിയെ വിട്ടെന്നെ കളിപ്പിക്കാൻ നോക്കുന്നല്ലേ നിങ്ങളെ? എന്നെ ഇപ്പൊ വിളിച്ചതാ? അത് എന്റെ ഹസ്സാണ് ടോമി. ഇത്രയും ബിൽഡപ്പ് കൊടുത്ത് വിളിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു കോമഡി സ്കിറ്റിലെ പോലെ അപ്പക്കാള ഭർത്താവായിരിക്കുമെന്ന്. വന്ന് നിൽക്കണ റാണി ആരെ കൈ ഒരുട്ട് പുട്ടോട്ടോ നിൽക്കുന്നത്? പുട്ട് മാത്രമല്ല, പഴം പപ്പടം കൂടി തീറ്റിക്ക് ഞാൻ രണ്ടിന്. നിങ്ങൾ ഈ പെണ്ണുമ്പിള്ള കാറ് വെച്ചല്ലേ ഇടിച്ച് തോട്ടിയിട്ട് കൈ ഒടുങ്ങി നെറ്റി പൊട്ടി ആകെ ചപ്ല ചുപ്ലയായി. കഷ്ട, അയാൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. എന്തെങ്കിലും കൊടുക്കുന്ന നന്നായിരിക്കും. ടോമി, നിങ്ങൾക്ക് വേണം എന്റെ കയ്യിൽ ടോമി. എടോ, താൻ ഇവിടെ കടന്ന് കുറെ നേരം കൊണ്ട് പറയുന്നുണ്ടല്ലോ എന്റെ വണ്ടി തന്നെ ഇടിച്ചു എന്നും തനിക്ക് വയ്യാതൊക്കെ ആയെന്നും. അതിന് തെളിവ് എന്താ ഉള്ളത്? ആഹാ, നിങ്ങൾക്ക് തെളിവ് വേണമല്ലേ? ആ ഏരിയയിലെ ഫുൾ CCTV വിഷ്വല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ ഇത് ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ രണ്ടിനെ ഞാൻ കോടതി കയറ്റി ഞാൻ നഷ്ടപരിഹാരം മേടിക്കാൻ. അറിയാമോ നിങ്ങൾക്ക് നിസാര പരിക്കല്ലേ ഉള്ളൂ? അയ്യോ, നിസാര പരിക്ക. ഇതൊക്കെ ഓടിക്കാൻ നിങ്ങൾ കണ്ടില്ലേ നിങ്ങള്? ടോമി, നിങ്ങൾ ചുമ്മാ ഉടായ്പോണ്ട് എന്നെ എടുക്കരുത്. ഒരു ഉടായ്പല്ല, ഞാൻ ഇത് സത്യമായിട്ട് എന്നെ ഇടിച്ചിട്ട് ഞാൻ വന്നതാണിത്. എനിക്ക് എന്തെങ്കിലും തല്ലുണ്ട്. പഴം കിഴങ്ങൊന്നുമില്ല ഇവിടെ. അതെ എന്റെ പൊന്നു സഹോദര, നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. നിനക്ക് കണ്ണുകൂടെ ഇതൊക്കെ കൈ ഓടിക്കൊക്കെ വന്ന് നിൽക്കണ കണ്ടില്ലേ ഞാൻ? ടോമി, നിങ്ങൾ ഈ ലോക്കൽ സ്ഥലത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല. മാറി നിൽക്കും ഇങ്ങോട്ട്. ഹലോ മാഡം,
Locals, maybe we are poor, coolies, place, but we are not locals. You enjoy this status in life because power set and blunt. Let it be the last time. If you dare to say that bad word once more, I will pull out your bloody tongue. ഇച്ചി വെള്ളം തരുമോ ചേച്ചി കുടിക്കാനായിട്ട്? ചേച്ചി അപ്പുറത്ത് എവിടെ കണ്ട പഴുത്ത ചക്ക വന്ന് വീണെന്ന് തോന്നുന്നു. ഇവിടെ നിന്നായിരുന്നു. ടോമി, get up, ടോമി. എണീക്കണം അവിടുന്ന്. അതെ, അയ്യോ അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? 24 മണിക്കൂറേ ഭാര്യയുടെ വാലിൽ തൂങ്ങി നടന്നാ പോരാ, വല്ലപ്പോഴും സിനിമ കാണണം. ഇനി ഇങ്ങനെ പറയാനാണെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും കേട്ടോ. ടോമി, നിങ്ങൾ എന്തിനു പോകണം ടോമി? പിന്നെ ഇതൊന്നും മനസ്സിലാവാതെ പഴക്കണക്ക് ഞാൻ എന്തിനു വയ്ക്കുന്നത്? നിങ്ങൾ മാറി നിൽക്ക്. നിങ്ങൾക്കുള്ളതേ ഞാൻ തന്നോളാം. ഇറങ്ങടോ. പൈസ തരാതെ ഞാൻ പോകില്ല. തനിക്ക് തരാനുള്ള പൈസയിലൊന്നുമില്ല. ഇറങ്ങണോ. പൈസ ഞാൻ പോകും. ഇറങ്ങി പോകാനല്ലേ പറഞ്ഞതോ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എനിക്ക് 5 പൈസ നഷ്ടപരിഹാരം തരണ്ട. ആ പൈസക്ക് ഞാൻ വെള്ളം മേടിച്ച് കുടിച്ചാൽ പോലും എനിക്ക് ദഹിക്കൂല. ആ പൈസക്ക് നിങ്ങൾ ഒരു ചങ്ങല മേടിക്കണം. എന്നിട്ട് ഈ അമ്മച്ചി ഏതെങ്കിലും റൂമിൽ കൊണ്ടുവന്ന് പൂട്ടിയിടിയണ്ട. ആരാണ് തള്ളച്ചി? നിനക്ക് എന്നെ അറിയാൻ പറ്റില്ല. ആ ചങ്ങല കൊണ്ടെന്നേ നിന്റെ പെണ്ണുമ്പിള്ളെ കൊണ്ട് പൂട്ടിയിട. ഇവിടെ കഴിഞ്ഞു. തെറ്റ് മുഴുവൻ നിന്റെ ഭാഗത്താ. ലൈസൻസും ഇല്ലാതെ വണ്ടി ഓടിച്ച് അവനെ കൊണ്ടുവച്ച് ഇടിച്ച് അവൻ കേസെങ്ങാനും കൊടുത്തോണ്ടല്ലോ കേറി ഇറങ്ങി ഊപ്പാട് വരും. എന്തെങ്കിലും കൊടുത്തങ്ങ് വിട്ടേരെ, പാവം പിടിച്ചോണ്ടല്ലേ. ടോമി, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ് ടോമി. ഞാനാ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് പറഞ്ഞു വിട് ടോമി. ഇച്ചിരി നേരം ഞാൻ ഭർത്താവായിക്കോട്ടെ. ഇപ്പോഴത്തേക്ക് മാത്രം. എന്താടാ ഇത്രയും കാലം ഞാൻ നിന്റെ പുറകിലല്ലേ നിന്നിട്ടുള്ളു, ആദ്യമായിട്ടോ മുന്നിൽ നിൽക്കുന്നേ. അതെ, എന്താ പ്രശ്നം? ക്യാരക്ടർ മാറിപ്പോയി. നിങ്ങളല്ല, അവരാണ് ദേഷ്യം സംസാരിക്കണവര്. ഇനി ആരെ എങ്ങനെ കളിക്കാം? എന്താണ് നഷ്ടപരിഹാരമായിട്ട് പ്രതീക്ഷിക്കുന്നത്? ഒരു സെക്കൻഡ് എനിക്കൊന്ന് ആലോചിക്കാനുള്ള സമയം തരുവാണ്. ഒരു സെക്കൻഡ്. ഇവരിപ്പോ നഷ്ടപരിഹാരം മേടിക്കുകയാണെങ്കിൽ കൊച്ചിന്റെ സ്കൂൾ ഫീസ്, ബസ് ഫീസ്, പിന്നെ റേഷൻ കടയിലും പല പൈസ, ഇതൊക്കെ പിന്നെ സഹിക്കാം. 1 വെച്ച് ഡെയിലി എടുക്കണം. 490 ഒരു മാസത്തേക്ക് എടുക്കാം. 490 × 30 14,700 രൂപ. 1 ലക്ഷം രൂപ. അയ്യോ, അത്രയൊന്നും വേണ്ട. 1 ലക്ഷം രൂപ എന്നാ നിങ്ങള്. ടോമി 1 ലാഖ് കൊടുക്കണം ടോമി. അതിനെന്താ, കേസിനും പോയാലേ സമൂഹത്തിൽ നിനക്ക് നാണക്കേടല്ലേ? ഒരു കാര്യം ചെയ്, നമ്മുടെ റോക്കിക്ക് ഫുഡ് മേടിക്കാൻ വെച്ചിരിക്കുന്ന ക്യാഷിൽ നിന്ന് 1 ലാഖ് എടുത്ത് ഇങ്ങനെ ഡീൽ ചെയ്ത് വിട്ടേക്കാം. അടിക്കാൻ വന്നതല്ല. പിന്നെ നിങ്ങൾ ആ ഭാര്യ പറഞ്ഞത് 1 ലാഖ് കൊടുത്ത് ഇടിയിൽ നിന്ന് വിട്ടേക്കാനായിട്ട്. ഡീൽ ചെയ്ത് വിട്ടേക്കാനാ പറഞ്ഞത്, അല്ലാതെ ഇടിക്കാനല്ല പറഞ്ഞത്. എന്ന് വെച്ചാ 1 ലക്ഷം രൂപ തരും. 1 ലക്ഷം തരാന്ന് പറഞ്ഞു. മക്കളെ, നമ്മള് പണിയെടുത്തതിന് ഉപയോഗം ഉണ്ടായിടാ. അണ്ണാ, നിങ്ങളെ ദൈവം രക്ഷിക്കുവണ്ണ. താങ്ക് യു അണ്ണ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ. എന്ത്? ഇത്രയും നാൾ നിങ്ങൾ എങ്ങനെ ജീവിച്ചെണ്ണ ഇതിന്റെ കൂടെ? മിണ്ടല്ലേ, അതൊക്കെ പറയാൻ നിന്നോ വലിയ കഥയാ. എവിടുന്ന് കെട്ടിക്കൊണ്ട് വന്ന നിങ്ങള്? ഞങ്ങൾക്കേ കുന്നിക്കോട് മാർക്കറ്റിൽ അടുത്തടുത്തിരുന്ന് മീൻ കച്ചവടം വരുന്ന ജോലി. പ്രേമിച്ച് കെട്ടിയതാ. പ്രേമിച്ചൊക്കെ മീൻ കച്ചവടം ചെയ്ത് കെട്ടിയ ഇത്രയും വലിയ മണിമാളിയെ കെട്ടത് നിങ്ങൾക്ക് എവിടെ നിന്നാ പൈസ? ഞങ്ങൾക്കൊരു വലിയ സ്രാവിനെ കിട്ടി. അതിനെ കണ്ടിച്ചപ്പോഴേ അതിന്റെ വയറ്റിൽ നിന്ന് രത്നങ്ങൾ കിട്ടി. അത് വിറ്റല്ലേ ഞങ്ങൾ കോടീശ്വരന്മാരായത്. ഇത്രയും കോടീശ്വരനാണെന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യം? ഇപ്പോഴും പെണ്ണും പിള്ളേരെ വാക്കായിട്ട് ജീവിക്കാൻ കഷ്ടം തന്നെയാണ് നിങ്ങളെ കാര്യം. കഷ്ടം. എടാ, ഈ രത്നങ്ങൾ കിട്ടിയതേ എനിക്കല്ല, അവക്കാ. എന്നാലും എനിക്ക് വിഷമം അതല്ല. കാരണം നമ്മളൊരു ആണുങ്ങളാണ്. ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ നെഞ്ച് വിരിച്ച് ആണിനെ പോലെ സംസാരിക്കണമെന്ന്. അത് ആണുങ്ങളെ പോലെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം നമ്മൾ പെണ്ണുങ്ങൾക്ക്. ആണായിട്ട് ജീവിക്കണം. അങ്ങോട്ട് ആണായിട്ട് ജീവിക്കണം. ജീവിക്കാം. ഇന്ന് മുതൽ നിങ്ങൾ ആണായിട്ട് ജീവിക്കണം. അവളെ ഓർക്കുമ്പോ എനിക്കത് വരുന്നില്ലെന്ന്. കൈ ഓടിച്ചു പോയി. നിങ്ങൾക്ക് ധൈര്യമില്ലാത്തോണ്ടാണ് ഇങ്ങനെ നിങ്ങൾ പെരുമാറുന്നത്. ധൈര്യം കിട്ടിയാൽ നിങ്ങൾ അങ്ങനെ ചെയ്യൂ. എപ്പ ചെയ്തെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ചെയ്യൂ. ഉറപ്പായിട്ടും ചെയ്യും. അടിക്കുവോ? ഞാൻ അടിക്കൂല, അവളെ തൂത്തുവാരിയിട്ട് അടിക്കുന്നത്. അവര് നിങ്ങളെ അടിക്കണ കാര്യമല്ല. അടിക്കുമോ? അവൾ അറിഞ്ഞ കൊന്നുകളയും മഹാഭാവി. 2 ധൈര്യം കിട്ടാനായിട്ട് 2 അടിക്കുന്നോണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലണ്ട. ധൈര്യമായിട്ട് അടിക്കാം. കുഴപ്പമില്ല. ഞാനേ വയ്യൂട്ട് അടിക്കാടുത്ത് വെച്ചിരുന്ന ഈ ഇരിപ്പിന്ന് സാധനോട് ഈ കൈ വെച്ചെടുക്കാൻ പറ്റൂല. 2 അടിച്ചാൽ നിങ്ങൾക്ക് എങ്ങൊന്നുമില്ലാത്ത ധൈര്യം വരും. കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. വാങ്ങിച്ചിട്ടേ ഉള്ളൂ. ആണാക്കിട്ടേനെ ബാക്കി കാര്യം. ഈ പെണ്ണും പിള്ളയ്ക്ക് ഇങ്ങനെ കയ്യിൽ നിന്ന് 2 മേടിച്ചു കൊടുത്തിട്ടേ ഞാനിവിടുന്ന് പോകും. അത്രേ ഉള്ളൂ എനിക്ക്. എങ്ങനെയുണ്ട്? നിങ്ങളൊരാണായ ചെറിയൊരു ധൈര്യം വരുന്നുണ്ടാ? വരട്ടെ, ഇനിയും വരട്ടെ, ഇനിയും വരട്ടെ. ഞാനാണായി. അതാണ് ആണാണ് ഇനി ഞാൻ. ടോമി,
നിങ്ങൾ മദ്യപിച്ചല്ലേ? ദോ, താനാണ് ഇവർക്ക് മദ്യം കൊടുത്തത്? 2 പേക്ക് ഞാൻ കട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. എടോ മഹാഭാവി, ഒരു തുള്ളി മദ്യം അങ്ങേര് കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അങ്ങേർക്ക് ആരുടെങ്കിലും കൈയും കാലും ഒക്കെ തല്ലി ഓടിക്കണം. അതുകൊണ്ട് ഡി അഡിഷൻ സെന്ററിൽ കൊണ്ടുപോയി മദ്യപാനം നിർത്തി വ്യക്തിയാണോ ഞാൻ. അങ്ങേരെ ആ ഒരു നിമിഷം കൊണ്ട് നീ ഈ പരുവത്തിലാക്കി എടുത്തത്. ദൈവമേ, പാമ്പിന്റെ പൊത്തിലാണല്ലോ എന്ന് കൈയിട്ട് കൊടുത്ത. പറ്റിക്കാൻ വേണ്ടി പറയണായിരിക്കും അല്ലേ ചേച്ചി? അല്ലടാ, പക്ഷെ പറ്റിക്കാൻ വേണ്ടിയാണെങ്കിലും ആരോടും ഇങ്ങനെ ഒന്നും പറയല്ലേ ചേച്ചി. അയ്യോ, പ്രശ്നം അല്ല, വണ്ടി ഇടിച്ച് നഷ്ടപരിഹാരം. ആരെ വണ്ടി ഇടിച്ച്? നിങ്ങളെ അമ്മച്ചി കൊണ്ട് വണ്ടി ഇടിച്ച്. അമ്മച്ചിയോ? അല്ല, മാഡം കൊണ്ടുവന്ന് വണ്ടി. മാഡം സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം കേട്ടല്ലോ. ഇനി ആര് വണ്ടി ഇടിച്ചെന്നാ പറഞ്ഞേ? മാഡം സത്യം പറയടാ, വണ്ടി അടിച്ചോടാ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്ക, ഞാൻ ഇച്ചിരി ധൈര്യം തന്നോണ്ടാണ് നിങ്ങൾ ആണായിട്ട് കുറച്ചു നേരമെങ്കിലും ബിഹേവ് ചെയ്യുന്നത്. ആണായിട്ട് ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടിയാടാ ബിഹേവ് ചെയ്യുന്നത്. സത്യം പറയാ, ഇവിടെ എന്നെ വണ്ടി അടിച്ചോ? വണ്ടി സത്യം പറയാ. ഈ മാഡം റോട്ടിന്റെ സൈഡിൽ കൂടെ വണ്ടിയും കൊണ്ട് വന്നപ്പോ ഞാൻ തോട്ടിന്റെ സൈഡിൽ നിൽക്കായിരുന്നു. വണ്ടി വരുന്ന വർക്കം കണ്ടപ്പോ പേടിച്ച് ഞാനടുത്ത് തോട്ടി ചാടി സംഭവിച്ചതാണ് ഇതൊക്കെ. അതെ ശരി. അപ്പൊ ഇതെന്തോടെ വെച്ചിട്ട് വെച്ചേക്കുന്നത്? ചുമ്മാ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി കെട്ടിയത്. എന്തായാലും ഇത് കെട്ടിവെച്ചതല്ലേ, വെറുതെ ആക്കി കളയണ്ട. ഈ ചൂടായിപ്പോയിട്ട് നടക്കരുത്. എനിക്ക് 1 ലക്ഷം രൂപ വേണോടാ. 1 ലക്ഷം രൂപ വേണ്ടെണ്ണ. പകരെ എനിക്ക് ആശുപത്രിയിൽ പോയ ആട്ട വിളിച്ച് വിട്ടേരിയണ്ണ. പണ്ടത്തെ ചങ്കര പിന്നെ തെങ്ങി തന്നെ. കൈയടി ഉഷാറാവട്ടെ. നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. കൊള്ളായിരുന്നു കേട്ടോ, വലിയ കുഴപ്പമില്ലായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് നിങ്ങളൊരു അടുക്കും ചിട്ടയായിട്ട് ഒരു സ്കിറ്റ് ചെയ്യുന്നത്. ചിഞ്ചു ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇതിനു മുമ്പ് ചെയ്തതിൻ്റെ അകത്ത് ഒരുപാട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മറവിയാണ്. അഭിനയത്തിൽ കുറവല്ല, മറവികളുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്തൊന്നും മറക്കാതെ എവിടെയോ ഒരു സ്ഥലത്ത് പോകാൻ പോയപ്പോൾ ഓടിച്ചിട്ട് പിന്നിൽ കയറി പിടിച്ചായിരുന്നു അവിടെ ഒരു ചെറിയ സ്ഥലത്ത്. എങ്കിലും വൃത്തിയായിട്ട് ചെയ്തു. പിന്നെ വിൻരാജിനെ അറിയാമല്ലോ, വിൻരാജ് ഇവിടെ നല്ല സാധനങ്ങൾ കുറേ ചെയ്തു വന്ന ഒരാളാണ്. അപ്പം മൊത്തത്തിൽ ഇത് വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട്. സംഭവം തട്ടിപ്പാണെങ്കിൽ പോലും അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു കണ്ടൻ്റാക്കി നിങ്ങൾ മാറ്റിയെടുത്തത് കൊള്ളായിരുന്നു. അടുത്ത പ്രാവശ്യം ഇതിലും ബെറ്ററാക്കി നന്നാക്കി എടുക്കണം. ഓക്കെ, ശരി, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ആദ്യം തന്നെ 3 പേരും ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടത് ഭയങ്കര രസമുണ്ടായിരുന്നു. ആരാണ് ഇത്തിരി മുന്നിൽ നിന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് തോന്നിയത് ബിനുരാജിന് ഇത്തിരി കുറഞ്ഞു പോയെന്നൊക്കെ ആദ്യം തോന്നിയിരുന്നെങ്കിലും അവസാനം നിങ്ങൾ അങ്ങോട്ട് പൊളിച്ച അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചിഞ്ചുറാണി മനോഹരമായിരുന്നു കേട്ടോ. മനോഹരമായിട്ട് ആദ്യത്തെ പോർഷനൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ചെയ്ത്. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ ജയൻ്റെ ഈ ഇംഗ്ലീഷ് ഡയലോഗ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ സുരാജിൻ്റെ ആക്ഷൻ ഹീറോ ബിജുവിൽ നമ്മൾ കുറേ സ്കിറ്റിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ ഇതിനകത്ത് നല്ല ആപ്റ്റായിരുന്നു കേട്ടോ. നമുക്കത് ഇഷ്ടപ്പെടും അല്ലേ? അത് പ്ലേസ്മെന്റ് കറക്റ്റ് ആയിരുന്നു. പിന്നെ നിങ്ങൾ നല്ലൊരു ആർട്ടിസ്റ്റാണ്. നിങ്ങൾ തന്നെ ഈ 2-3 സ്കിറ്റുകളൊന്ന് താന്നു കഴിഞ്ഞപ്പോൾ ഒരു ഇടവേള കൊടുത്തത് നന്നായി. കാരണം അതൊരു റിപ്പീറ്റേഷൻ വരാതെ ഒരു എന്താ പറയുന്നത്, ഒരു അലസതയൊക്കെ കാണിച്ച് പോകും നമ്മൾ. അപ്പം മാറി ഇന്ന് വീണ്ടും വരാൻ കാണിച്ച ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അത് നല്ല വരവായിരുന്നു. 1.5 വരവാണ്. 2 സ്കിറ്റായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അടിപൊളിയായിരുന്നു, നന്നായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു മണിക്കൂട്ടാ. നിങ്ങളുടെ കെമിസ്ട്രി കിടിലമായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ആക്ട് ഗംഭീര പെർഫോമൻസ് ആയി മാറി. ഇപ്പോൾ ചില കുടുംബങ്ങളിൽ ഈ ഡിസിഷൻ മേക്കർ, കമാൻഡിങ് പവർ ചിലപ്പോൾ ഭാര്യ ഏറ്റെടുക്കേണ്ടി വരും. അത് പുറത്തുനിന്ന് കാണുന്ന ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നുമ്പോഴത്തേനും ആ ഭർത്താവ് എന്താ ഭാര്യയുടെ പറക്കാൻ നടക്കുന്നു, അല്ലെങ്കിൽ ഭാര്യ പറയുന്ന കമാൻഡ് കേട്ടോ, അവർക്കറിയില്ലല്ലോ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നം എന്താ. ചില ഭർത്താവ് ഭയങ്കര പ്രശ്നക്കാരനായിരിക്കും. അങ്ങനെ ഭാര്യ കമാൻഡിങ് പവർ ഏറ്റെടുത്തോണ്ട് ആ കുടുംബം നന്നായി ഒതുക്കി നിർത്തിയേക്കുമായിരിക്കും. ആ ഒരു ആക്ട് ഗംഭീരമായിരുന്നു. എന്തായാലും താങ്ക് യു, നല്ല രസമായിരുന്നു. താങ്ക് യു. അപ്പൊ പിന്നെ എമൗണ്ട് കൊടുത്തു തുടങ്ങാം അല്ലേ? ആദ്യം അത് ഞാൻ കൊടുക്കാം. ഞാനൊരു 13,000 രൂപ കൊടുക്കാം. 13,000 രൂപ. നസീർക്ക? ഞാൻ ഒരു 12,000 രൂപ കൊടുക്കാം. 12,000 രൂപ ടോട്ടൽ. അപ്പൊ 25,000 ആയിട്ടുണ്ട്. അയച്ചോ മണിക്കൂട്ടാ. ഞാൻ അയക്കാണ്. ടോട്ടൽ 55,000 രൂപ. ഉഷാറാവട്ടെ, കേറി വരട്ടെ, അടിപൊളിയാവട്ടെ കേട്ടോ. ശരി, ഇനി ഇവിടെ ഇപ്പൊന്നുമായിട്ട് വരരുത് കേട്ടോ. അധികം ചോദ്യങ്ങളോ വർത്തമാനങ്ങളോ ഒന്നും ഇല്ല. ചിരിച്ച് ക്ഷീണിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, കോട്ടയം കിടങ്ങൂരുകാർ ക്ഷീണിച്ചിട്ടുണ്ട്. നന്നായിട്ട് പോയി കിടന്നുറങ്ങാം. അടുത്ത എപ്പിസോഡ് ഇതിലും ഉഷാറായിട്ട് നമ്മൾ ചിരിക്കാൻ വരും. തീർച്ചയായിട്ടും. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.
മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.